ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ ഇന്ന് വീണ്ടും തിരച്ചിൽ. ആനടിക്കാപ്പ് മുതൽ സൂചിപ്പാറ വരെയുള്ള മേഖലയിലാണ് പ്രത്യേക തിരച്ചിൽ. സേനകളെയും സന്നദ്ധ പ്രവർത്തകരെയും ചേർത്തുള്ള പ്രത്യേക സംഘമാണ് ദുരന്ത മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത്. സംഘത്തിൽ 14 അംഗങ്ങൾ. തിരച്ചിലിന് ആവശ്യമുള്ള ആയുധങ്ങൾ എത്തിക്കാൻ ദുരന്ത മേഖലയിൽ മറ്റൊരു സംഘമുണ്ട്. ദുരന്തബാധിതർ ചീഫ് സെക്രട്ടറി കൂടി പങ്കെടുത്ത യോഗത്തിൽ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ആനടിക്കാപ്പ് മുതൽ സൂചിപ്പാറ വരെയുള്ള മേഖലയിൽ പ്രത്യേക തിരച്ചിൽ നടത്തുന്നത്. അതേസമയം വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ താത്കാലിക പുനരധിവാസം പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. 2 ക്യാമ്പുകളിലായി ശേഷിച്ച 8 കുടുംബങ്ങൾ കൂടി വാടക വീടുകളിലേക്ക് മാറി. ഇതോടെ ക്യാമ്പുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള നടപടി തുടങ്ങി. ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവരും അപകട ഭീഷണിയിൽ ആയവരും ഉൾപ്പെടെ 728 കുടുംബങ്ങളാണ് ക്യാമ്പുകളിൽ കഴിഞ്ഞു വന്നിരുന്നത്. 20ഓളം ക്യാമ്പുകളായിരുന്നു ദുരിതബാധിതർക്ക് ഒരുക്കിയത്. വാടക വീടുകൾക്ക് പുറമെ സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്കും ബന്ധുവീടുകളിലേക്കുമാണ് ക്യാമ്പുകളിൽ നിന്നും ദുരിതബാധിതർ മാറിയത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.